Hi, welcome to a new video. Last video നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരു ഇൻട്രൊഡക്ഷനും മാത്രമാണ് പറഞ്ഞു വെച്ചത്. But today we discuss the algebraic properties of complex numbers. ഇന്നലെ നമ്മൾ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കോംപ്ലക്സ് നമ്പറിൻ്റെ പറഞ്ഞപ്പോൾ it is same as to real numbers അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ്. നമ്മൾ റിയൽ നമ്പർ സിസ്റ്റത്തിൽ ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതായത് ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിയൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യോ ഇല്ലേ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മൾ അഡീഷണൽ മൾട്ടിപ്ലിക്കേഷനെയും പറഞ്ഞ പോലെ തന്നെ ഇത് ഏതാണ്ടൊക്കെ എന്താണ് സെയിം ആസ് ടു റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പറിലെ പോലെ തന്നെയാണ് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ, ചിലതിലേക്കുള്ള ചെറിയതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പ്രൂഫ് ചെയ്യുന്നില്ല, ഒന്ന് രണ്ടെണ്ണൊക്കെ ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ആൾജിബ്രായിക് പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന ലോ ഏതാണ്? ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ലോ ഏതാണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ അല്ലേ. ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ്. ഇൻ ദ കേസ് ഓഫ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റീവ്? അപ്പോൾ ലെറ്റ് Z1 and Z2 be any two complex numbers. Okay. Then addition and multiplication of complex numbers are commutative. എന്താണ്? Addition and multiplication of complex numbers are commutative. ഇപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Z1 and Z2 are any two complex numbers. Then the addition of two complex numbers are commutative എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? Z1 plus Z2 is equal to Z2 plus Z2. Okay ആണല്ലോ. Similarly, the multiplication of two complex numbers are commutative എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? Z1 into Z2 is equal to Z2 into Z1. എഴുതിക്കോളൂ. സോ പ്രൂഫ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ ലെറ്റ് Z1 is equal to എന്തെന്ന് എടുക്കാം നമുക്ക്? സം x1 plus iy1 and Z2 is equal to x2 plus iy2. ഓക്കെ ആണോ? Z1 Z2. ഇത് നമുക്ക് Z1 plus Z2 വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് എവിടേക്ക് എത്തണം? Z1 plus Z2 is equal to Z2 plus Z1. ഫസ്റ്റ് നമ്മൾ അഡീഷൻ ആണ് ചെയ്യുന്നത് കേട്ടോ. അവിടേക്ക് എത്തിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് LHS തുടങ്ങിയിട്ട് RHS അവസാനിപ്പിക്കാം. സോ Z1 plus Z2 എന്ന് പറയുമ്പോൾ എന്ത് വരും? Z1 എന്ന് പറഞ്ഞാൽ x1 plus iy1 plus Z2 is equal to x2 plus iy2 അല്ലേ. ഇത് കോംപ്ലക്സ് നമ്പറിൻ്റെ അഡീഷനാണ്. അഡീഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ്? സം ഓഫ് two real parts plus I into sum of two imaginary parts. Like that is x1 plus x2 plus I into sum of imaginary parts എന്ന് പറയുമ്പോൾ y1 plus y2. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഈ x1 plus x2 എന്നുള്ളത് തനിച്ച് നോക്കിയാൽ നമുക്കറിയാം x1 എന്താണ്? ഒരു റിയൽ നമ്പറാണ്. x2 ഒരു റിയൽ നമ്പറാണ്. x1 plus x2 എന്ന് പറയുന്നത് അഗൈൻ റിയൽ നമ്പറാണ്. റിയൽ നമ്പർ സിസ്റ്റം നമുക്കറിയാം. റിയൽ നമ്പർ സിസ്റ്റം എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ. റിയൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എല്ലാ പ്രോപ്പർട്ടിയും ചെക്ക് ചെയ്താണ്. അപ്പോൾ x1 and x2 are two real numbers. Since the real number system satisfies the commutative property, x1 plus x2 is equal to എന്താണെന്ന് പറയാൻ പറ്റും നമുക്ക്? x2 plus x1 ആണ് എന്ന് പറയാം. കാരണം x1 x2 റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പർ സിസ്റ്റം ഓൾറെഡി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ എഴുതാം? x2 plus x1 plus I into അതേ തന്നെയാണ് ഇവിടെ അല്ലേ. y1 and y2 are real numbers. So y1 plus y2 is again a real number. Since real number system satisfies the commutative property, we can write it as y2 plus y1. Okay. Then ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? again സ്റ്റെപ്പ് നമ്മൾ ഇവിടെ നിന്നാണ് ഇവിടെ തിരിച്ചിങ്ങനെ എങ്ങനെ എഴുതാം? x2 plus
iy2 plus x1 plus iy1 എഴുതിക്കൂടെ x2 plus x1 ആയി plus i1 i into y2 plus y1 ആയി x2 plus iy2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് z2 ആണ് z2 plus x1 plus iy1 എന്ന് പറഞ്ഞാൽ നമ്മൾ z1 so z1 plus z2 is equal to z2 plus z1 that is the addition of two complex numbers are commutative. Okay, next we have to prove that the multiplication of two complex numbers are commutative. Let z1 is equal to x1 plus iy1 and z2 is equal to x2 plus iy2. Then consider z1 into z2. Okay, we can start with z1 into z2. Then z1 into z2 is equal to x1 plus iy1 into x2 plus iy2. Okay, then നമ്മൾ പഠിച്ചല്ലേ multiplication of two complex numbers is equal to എന്താണ് x1 into x2 minus y1 into y2 plus I into x1 into y2 plus y1 into x2. Okay, നമ്മൾ പറഞ്ഞതാണ്. So ഇവിടെ നോക്കാം. Since x1 and x2 are real numbers and multiplication of any two real numbers are commutative, we can write x1 into x2 is equal to x2 into x. In real number system multiplication എന്താണ് commutative ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് റിയൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ തിരിച്ചും എഴുതാം x1 into x2 is equal to x2 into x1 ആയതുകൊണ്ട് തന്നെ ഈ എല്ലാ ക്വാണ്ടിറ്റീസ് എന്താണ് നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ എഴുതാം x1 into x2 can be written as x2 into x1 minus y1 into y2 is equal to y2 into y1 ആയതുകൊണ്ട് തന്നെ അത് എഴുതുന്നു. Then plus I into x1 into y2 is equal to y2 into x1 ആണ് plus y1 into x2 is equal to x2 into y1. Okay. Then we can write it as x2 plus iy2 into x1 plus iy1. Okay. x2 into x1, right? x2 into x1 minus y2 into y1. Yes, y2 into y1 plus I into x2 into y1. Okay, plus y2 into x1. Okay, confusion level. That is x2 plus iy2 എന്ന് പറഞ്ഞാൽ നമ്മുടെ z2 ആണ്. x1 plus iy1 എന്നാൽ z2 into z1. So z1 into z2 is equal to എന്താണ് z2 into z1, which implies that multiplication of two complex numbers are commutative. നമ്മൾ എന്താണ് ഫസ്റ്റ് പറഞ്ഞത് കമ്മ്യൂട്ടേറ്റീവിലാണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആർ കമ്മ്യൂട്ടേറ്റീവ്. നെക്സ്റ്റ് ആൾജിബ്രായിക് പ്രോപ്പർട്ടി ഏതാണ്? കമ്മ്യൂട്ടേറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് അല്ലേ? അസോസിയേറ്റീവ്. ഓക്കെ, ലെറ്റ് z1, z2 and z3 be any three complex numbers, then addition and multiplication of any three complex numbers are associative. എന്താണ് addition and multiplication of any three complex numbers are associative. So നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ z1 plus z2 plus z3 is equal to z1 plus z2 plus z3 and z1 z2 into z3 is equal to z1 into z2 z3. Okay, ഇതാണ് അസോസിയേറ്റിവിറ്റി. ഇപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്തത് സെയിം മെത്തേഡാണ്. ഒരു വ്യത്യാസമുള്ള വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡീഷൻ നമുക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. z1 is equal to x1 plus iy1, z2 is equal to x2 plus iy2 and z3 is equal to x3 plus iy3. Okay, then first we start with our LHS. z1 plus z2 plus z3. Okay,
then z1 എന്ന് പറഞ്ഞാൽ എന്ത് വരും x1 പ്ലസ് iy1 പ്ലസ് x2 പ്ലസ് iy2 അല്ലേ, z1 പ്ലസ് z2 കേട്ടോ, പ്ലസ് z3 എന്ന് പറഞ്ഞാൽ x3 പ്ലസ് iy3. ഓക്കെ, സോ ബൈ സമ്മേഷൻ എങ്ങനെ ചെയ്യാം, x1 പ്ലസ് x2 ചെയ്തൂടെ, x1 പ്ലസ് x2 പ്ലസ് I into y1 plus y2 അല്ലേ, പ്ലസ് x3 പ്ലസ് iy3 ആണല്ലോ. അപ്പോൾ ഇതൊരു ടൈമും ഇതൊരു ടൈമും. ഓക്കെ, ഇത് രണ്ട് സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലേ, സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, സം ഓഫ് ടു റിയൽ പാർട്സ് അല്ലേ, ഇതിനൊരു റിയൽ കോംപ്ലക്സ് നമ്പർ ആയിട്ടും ഇതിനൊരു കോംപ്ലക്സ് നമ്പർ ആയിട്ടും ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുമ്പോൾ എന്താണ്, സം ഓഫ് ടു റിയൽ പാർട്സ്. അപ്പോൾ എന്ത് വരും, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് I ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് y3 ആണല്ലോ, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് I ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് y3. അപ്പം ഇനി എന്താണ്, x1, x2 and x3 are real numbers. The real number system satisfies the associative property. We can write നമുക്കറിയാം എന്താണ്, real number system x1 plus x2 plus x3 is equal to x1 plus x2 plus 3 അല്ലേ ആണല്ലോ. കാരണം റിയൽ നമ്പർ സിസ്റ്റത്തിൽ എന്താണ്, അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ x1 x2 x3 റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, x1 പ്ലസ് x2 പ്ലസ് x3 ഇടാം. ഓക്കെ, പ്ലസ് ഇതിനെങ്ങനെ എഴുതാം, ഇതിവിടെ അതേപോലെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, y1 പ്ലസ് y2 പ്ലസ് y3 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ എഴുതാം, ഇത് ഒരു ടേം, ഇവിടെ ഇത് വേറെ ടേം ആയിട്ട് ഒന്നിച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, x1 പ്ലസ് iy1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് I ഇൻറ്റു y2 പ്ലസ് y3 എഴുതിക്കൂടെ. ആദ്യം ഇവിടെ എഴുതി പിന്നെ തിരിച്ചങ്ങനെ എഴുതാം കേട്ടോ, x1 പ്ലസ് iy1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് I ഇൻറ്റു y2 പ്ലസ് y3. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ എഴുതാം, ഇവിടെ is equal to x1 പ്ലസ് iy1 പ്ലസ് ഇതിനെ എഴുതാം സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ x2 പ്ലസ് iy2 പ്ലസ് x3 പ്ലസ് iy3. ഓക്കെ, x2 പ്ലസ് iy2 പ്ലസ് x3 പ്ലസ് iy3. ദാറ്റ് ഈസ് x1 പ്ലസ് iy1 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ z1 ആണ്. z1 പ്ലസ് bracket it, this is our z2 plus z3. So we start with z1 plus z2 plus z3 is equal to z1 plus z2 plus z3. That is, the addition of complex numbers are associated. So similarly we can prove that z1 into z2 into z3 is equal to z1 of z2 into z3. ഇതിൽ നമ്മളൊന്നും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നില്ല. റിയൽ നമ്പർ സിസ്റ്റം അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്കറിയാം. അത് മാത്രമാണ്, ആ റിസൾട്ട് മാത്രമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അത് മാത്രമേ ഉള്ളൂ, റിയൽ നമ്പർ സിസ്റ്റം അസോസിയേറ്റീവ് ആണെന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ അതും കൂടെ ചെയ്യാം. ദെൻ തേർഡ് ആൾജിബ്രായിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് കേട്ടോ.
distributive law. Let Z1, Z2 and Z3 are any three complex numbers. Then Z1 into Z2 plus Z3 is equal to Z1 into Z2 plus Z1 into Z3 and Z1 plus Z2 into Z3 is equal to Z1 into Z3 plus Z2 into Z3. Let Z1, Z2 and Z3 be any three complex numbers. Z1 into Z2 plus Z3 is equal to Z1 into Z2 plus Z1 into Z3 and Z1 plus Z2 into Z3 is equal to Z1 into Z3 plus Z2 into Z3. അതായത് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, റിയൽ നമ്പർ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിലും സാറ്റിസ്ഫൈ ചെയ്യും. ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. Z1 is equal to x1 plus iy1 എന്നെടുക്കുകയാണെങ്കിൽ Z2 എന്ന് പറഞ്ഞാൽ x2 plus iy2 plus x3 plus iy3. ഓക്കെ, then Z1 plus ഇതെന്താണ് സം റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സം എഴുതി x2 plus x3 plus I into y2 plus y3. ഓക്കെ, പിന്നെ ഇതൊരു കോംപ്ലക്സ് നമ്പർ, ദെൻ ഇതൊരു കോംപ്ലക്സ് നമ്പർ. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത് ആണല്ലോ. രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതി? മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്താണ് പറയുന്നത്? രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ x1 into x2 അല്ലേ. അപ്പോൾ ഇവിടുത്തെ x1 എന്ന് പറയുന്നത് ഇതാണ്, ഇവിടുത്തെ x2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ് x2 plus x3 എന്നുള്ള ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ x1 into x2 എന്നിടത്ത് x1 into x2 plus x3 മൈനസ് y1 into y2 എന്നായിരുന്നത്. ഞാൻ രണ്ട് കേസാണ് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് മറക്കരുത് x1 plus iy1 into x2 plus iy2 എന്നായിരുന്നു. രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് x1 into x2 മൈനസ് y1 into y2 plus I into x1 y2 plus y1 x2. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ റൂൾ. അപ്പോൾ ഇതിന് ഒരു നമ്പറും ഇതിന് ഒരു കോംപ്ലക്സ് നമ്പറുമായിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ x1 into x2 plus x3 മൈനസ് y1 into y2 plus y3 plus I into x1 into y2 plus y3 plus y1 into y2 plus y1 into x2 plus x3. ഓക്കെ, ഇത്രയായി ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ് നമുക്കറിയാം. ഇൻ റിയൽ നമ്പർ സിസ്റ്റം എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഈസ് സാറ്റിസ്ഫൈഡ് ആണ്. സോ x1 x2 x3 y1 y2 y3 ഒക്കെ എന്താണ് റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സ് എല്ലാം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ x1 into x2 plus x3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x1 into x2 plus x1 into x3 എന്ന് എഴുതാം. ഓക്കെ, ത്രൂ ഔട്ട് ദി ഇക്വേഷനിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ റിയൽ നമ്പർ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യാണ്. സോ y1 into y2 മൈനസ് y1 into y3 പ്ലസ് I into x1 into y2 പ്ലസ് x1 into y3 പ്ലസ് y1 into x2 പ്ലസ് y1 into x3. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമുക്ക് വേണ്ട മൾട്ടിപ്ലിക്കേഷൻ, അതായത് നമുക്ക് Z1 into Z2 എന്നുള്ള ആ രീതിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ്. ഈ x1 into x2 അല്ലേ, x1 into x2 മൈനസ് y1 into y2 ഒന്നിച്ച് എഴുതി. ദെൻ പ്ലസ് അതുപോലെ തന്നെ I into x1 y2 പ്ലസ് y1 x2, അതായത് x1 in y1 ആ ടേംസ്, അതായത് x1 പ്ലസ് y1 Z1 Z2 ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് x1 y1 x2 y2 എന്നുള്ള ടേംസുകൾ വരുന്നതൊക്കെ ഒന്നിച്ച് എഴുതി. അതുപോലെ തന്നെ Z1 Z3 ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് x1 y1 x3 y3 എന്ന് പറയുന്ന ടേംസുകളൊക്കെ ഒന്നിച്ച് എഴുതി. ഓക്കെ, ശരിക്കും നോക്കിയാൽ അറിയാം x1 into x2 മൈനസ് y1 into y2 പ്ലസ് I x1 y2 പ്ലസ് y1 x2 ഒന്നിച്ച് എഴുതി. പ്ലസ് ബാക്കി എന്താണ് പറയുന്നത്
x1 x3 minus y1 y3 plus I into x1 y3 plus y1 x3 ഓക്കെ. ദെൻ ഇതെന്താണ് നമുക്കറിയാം, ബൈ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഇതാണ് എഴുതിയതാണ്. സോ ഇറ്റ് ഈസ് x1 plus iy1 into x2 plus iy2 ആണ്. സിമിലർലി ഇതെന്താണ് x1 plus iy1 into x3 plus iy3 ആണ്. ദാറ്റ് ഈസ് z1 into z2 plus z1 into z3 ആണ്. സോ അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ചെയ്യണമെന്നേ ഉള്ളൂ, മാറിപ്പോവാതിരുന്നാൽ മതി. സിമ്പിളാണ്. ഇതുപോലെ റിയൽ നമ്പർ സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്നുള്ള ഒരൊറ്റ റൂൾ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കോംപ്ലക്സ് നമ്പേഴ്സിന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതും കൂടെ ചേർത്താൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൂഫാണ്. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ദി നെക്സ്റ്റ്, existence of additive and multiplicative identity. Okay, as in the case of real number system, in the complex numbers also we define the additive identity as 0 and the multiplicative identity is equal to 1. In complex number system, the additive identity is 0 and multiplicative identity is equal to 1. Okay, റിയൽ നമ്പർ സിസ്റ്റത്തിലും കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിലും അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും സെയിം ആണ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഈസ് ഈക്വൽ ടു 0 ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ്, let z be any complex number, then z plus 0 is equal to z, it is equal to 0 plus z, and z into 1 is equal to z is equal to 1 into z. Here 0 is the multiplicative identity and 0 is the additive identity and 1 is the multiplicative identity of the complex number system. Next algebraic property, existence of additive inverse. Okay, അപ്പോൾ ഐഡൻറ്റിറ്റി നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയി. ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. സോ ലെറ്റ് z is equal to x plus iy be any complex number, then there exists a complex number minus z is equal to minus x minus iy such that z plus minus z is equal to our additive identity, which is equal to minus z plus z. This minus z is called our additive inverse of complex number. എന്താണ് പറഞ്ഞത്, ലെറ്റ് z is equal to x plus iy എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ നമുക്കുണ്ടെങ്കിൽ there exists a unique complex number minus z such that the addition of these two numbers will yield our additive identity. രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടണം. നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ 0 കിട്ടുന്ന തരത്തിൽ ആ സെറ്റിനോട് ഏത് നമ്പർ കൂട്ടിയാലാണോ നമുക്ക് 0 കിട്ടുക, ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക, അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. ഇപ്പോൾ ലെറ്റ് z is equal to 2 plus 3i. ഓക്കെ, then 2 plus 3i plus some number is equal to, നമുക്ക് ചെയ്താൽ എന്ത് കിട്ടണം, ഇവിടെ 0 എന്ന് കിട്ടണം. നമ്മുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടണം. അപ്പോൾ ദിസ് സെറ്റ് എന്തായിരിക്കും, സിംപ്ലി ദിസ് സെറ്റ് എന്തായിരിക്കും നമുക്കറിയാം, -2 -3 അല്ലേ. അത് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 0 കിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ആഡ് ചെയ്താൽ അവിടെ 0 കിട്ടുമോ? കാരണം നമുക്കറിയാം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് റിയൽ നമ്പർ രണ്ടും ആഡ് ചെയ്യാം, ഇമാജിനറി പാർട്ട് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ 2 - 2 = 0 ആണ്, 3 - 3 = 0 ആണ്. സോ 0 plus i0 is equal to 0 എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഈ 0 വരുന്ന തരത്തിൽ വേറെ ഏതെങ്കിലും സെറ്റ് ഇവിടെ പോസിബിൾ ആണോ? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും രണ്ടും 0 ആകുന്ന തരത്തിൽ വേറൊരു സെറ്റ് ഒരിക്കലും നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ
then there exists a unique minus z such that z plus minus z is equal to 0. This minus z is called the additive inverse of z. Last algebraic property is existence of multiplicative inverse. For any z not equal to 0, for any non-zero complex number z, there exists a z inverse such that z into z inverse is equal to multiplicative identity 1. This z inverse is called our multiplicative inverse. Multiplicative inverse. For any non-zero complex number z, there is a complex number z inverse such that z into z inverse is equal to the multiplicative identity 1. Then the number z inverse is called the multiplicative inverse of z. Okay. Then this multiplicative inverse എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ജസ്റ്റ് നമുക്ക് ചെയ്യാം. Let z inverse is equal to u plus iv അല്ലേ, ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ യു പ്ലസ് ഐ വി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ദെൻ യുവും വി എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ വി ഹാവ് ദ റിലേഷൻ z into z inverse is equal to 1 അല്ലേ. സോ z is equal to x plus i y എന്ന് എടുക്കാം. Then z into z inverse is equal to 1 is implies that x plus i y into z inverse എന്ന് പറഞ്ഞാൽ u plus iv is equal to 1. Okay, it implies that by multiplication of two complex numbers, എന്നിട്ട് നമുക്ക് x into u minus y into v plus I into എന്നിട്ടും xv plus y is equal to നമുക്ക് എങ്ങനെ എഴുതാം 1 plus I into 0 ഇതാണോ അല്ലേ, 1 plus I into 0. സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്തറിയാം, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്സ് ആർ ഈക്വൽ, ഇമാജിനറി പാർട്സ് ആർ ഈക്വൽ അല്ലേ. സോ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടാണ്ട് ഇക്വേഷൻ കിട്ടില്ല. എക്സ് ഇൻറ്റു യു മൈനസ് വൈ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു 1 എന്നും എക്സ് ഇൻറ്റു വി പ്ലസ് വൈ ഇൻറ്റു യു ഈസ് ഈക്വൽ ടു 0 അല്ലേ. ടു ഇക്വേഷൻസ് ഇൻ ടു അൺനോൺസ് യു ആൻഡ് വി. ഓക്കെ ആണല്ലോ, ടു ഇക്വേഷൻസ് ഇൻ ടു അൺനോൺസ് യു ആൻഡ് വി. സോ നമുക്ക് ഇതിന് യുവിൻ്റെ വീഡിയോ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ഇക്വേഷന് ജസ്റ്റ് ചെയ്താൽ ഇവിടുന്ന് ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ യു ഈസ് ഈക്വൽ ടു 1 പ്ലസ് വൈ ഇൻറ്റു വി ബൈ എക്സ് എഴുതാം. എഴുതിക്കൂടെ 1 പ്ലസ് വൈ ഇൻറ്റു വി ബൈ എക്സ് എഴുതാം. സോ ആ വാല്യൂ യുടെ ആ വാല്യൂ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ 2 ഇംപ്ലൈസ് ദാറ്റ് x into v plus y into 1 plus yv by x equal to 0. ആണല്ലോ, it implies that ഒരു x എന്ന LCM എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, x square into v plus y square v ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. ആ എക്സിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 എന്നാണ്. ഓക്കെ, ഇത് നമുക്ക് വേണ്ടത് എന്താണ് ഇവിടെ മുകൾക്കാണ് കേട്ടോ. ഇസ് ഈക്വൽ ടു ഇവിടെ വീൻ ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, വി ഔട്ട് സൈഡ് എടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എന്താണ് നമുക്ക് വിയുടെ വാല്യൂ ആണ് കണ്ടത്, വി ഈസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്താണ് കിട്ടിയ, വി ഈസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. സോ ആ വിയുടെ വാല്യൂ ഇവിടെ കൊടുക്കാം 1 പ്ലസ് വൈ എന്നുള്ളത് അല്ലേ. സോ യു ഈസ് ഈക്വൽ ടു
1 plus y into b എന്നുള്ളിടത്തുനിന്ന് കൊടുക്കാം നമുക്ക് minus y by x square plus y square divided by x എന്ന് കൊടുക്കാം. Okay, so x square plus y square LCM എടുത്താൽ x square plus y square plus y into minus y എന്ന് പറയുമ്പോൾ minus y square divided by x into x square plus y square. Okay, അതായത് ഇവിടെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് എന്ന് വരുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. സോ വൈ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ് സ്ക്വയർ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദെൻ ഇവിടുന്ന് ഒരു എക്സും ഈ എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ u is equal to x by x square plus y square and v is equal to minus y by y square plus y square. അപ്പോൾ ആ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ തുടങ്ങിയത് we have a non-zero complex number z, then there exists a complex number z inverse such that z into z inverse is equal to our multiplicative identity 1. Then this complex number z inverse is called our multiplicative inverse of z. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാനാണ്, let z is equal to x plus iy and z inverse is equal to u plus iv. So we have to find the values of u and v. Okay, നമ്മൾ ഈ റിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. z into z inverse is equal to 1 ഉള്ള റിലേഷനിൽ z is equal to x plus iy എന്നും z inverse is equal to u plus iv എന്നും പുട്ട് ചെയ്തു. Then by multiplication of two complex number യൂസ് ചെയ്തിട്ട് ഈ റിലേഷൻ എഴുതി. Then equality of two complex numbers യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ എഴുതി. These are two equation in two unknowns u and v ആണ്. സോ നമ്മൾ അത് സോൾവ് ചെയ്തിട്ട് യുടെയും വിയുടെയും വാല്യൂ കണ്ടുപിടിച്ചു. ആദ്യം നമ്മൾ യുടെ വാല്യൂ 1 plus yv into x 1 plus yv by x എന്ന് എഴുതിയിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വിയുടെ വാല്യൂ is equal to minus y by x square plus y square എന്ന് കിട്ടി. Then വിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി u is equal to x by x square plus y square എന്ന് കിട്ടി. So our multiplicative inverse z inverse എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, z inverse is equal to x by x square plus y square plus I into v എന്താണ് സോറി minus I into y by x square plus y square. So x minus I y by x square plus y square എന്നായിരിക്കും നമ്മുടെ z inverse is equal to x minus I y by x square plus y square. This is our multiplicative inverse. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ, ദെൻ അസോസിയേറ്റീവ് ലോ പറഞ്ഞു, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, then additive and multiplicative identities പറഞ്ഞു, then last ആയിട്ട് additive inverse പറഞ്ഞു, multiplicative inverse പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം ഒരു കോംപ്ലക്സ് നമ്പർ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇത്രയാണ് ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആൾജിബ്രായിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. സോ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോർ പ്രോപ്പർട്ടീസുമായി അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും